വേദിയിലിരിക്കുന്ന സഹവംശകുട്ടി ശ്രീനിവാസൻ, LDF-ന്റെ കൺവീനർ അടക്കമുള്ള പ്രിയ സഖാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരും, രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ഭരണഘടനയിൽ ആലേഖനം ചെയ്തിട്ടുള്ള ഫെഡറലിസ്റ്റ് തത്വങ്ങൾക്കെതിരായിട്ട് ഭരിക്കുന്ന ഒരു ഗവൺമെന്റാണ്. ഭരണഘടന ആലേഖനം ചെയ്യുന്ന സമയത്ത് ഭരണഘടനാ ശില്പികൾ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ള പല ദാർശനികമായിട്ടുള്ള ചിന്തകളെയും അവഗണിച്ചുകൊണ്ട് ജനാധിപത്യത്തിനെയും സാഹോദര്യത്തിനെയും സോഷ്യലിസത്തിനെയും എല്ലാം പരിപൂർണമായി നിഷേധിച്ചുകൊണ്ട് രാഷ്ട്രം ഭരിക്കുന്ന ഒരു ഗവൺമെന്റാണ്. സ്വാഭാവികമായിട്ടും ഭരണഘടനാ തത്വങ്ങളോട് അവർക്കൊരു ബഹുമാനവും ഉണ്ടാവില്ല, ആദരവും ഉണ്ടാവില്ല. ആ ഭരണഘടനയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ളത്. വിവിധ സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ് ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ. സെൻട്രൽ ഗവൺമെന്റ് എന്നുള്ള വാക്കിനേക്കാൾ രാജ്യത്തിലെ ജനങ്ങൾ, ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരടക്കം അതിനെ വിശേഷിപ്പിച്ചത് യൂണിയൻ ഗവൺമെന്റ് എന്നാണ്. ആ യൂണിയൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവിധ സംസ്ഥാനങ്ങളുടെയും സമന്വയമായ സമഞ്ജസ സമ്മേളനത്തിൽ നിന്ന് ആവിർഭവിക്കുന്ന ഒരു ഗവൺമെന്റാണ്. അപ്പോൾ യൂണിയൻ ഗവൺമെന്റും മറ്റു സംസ്ഥാന ഗവൺമെന്റുകളുടെയും സഹകരണത്തോടുകൂടി, സഹവർത്തിത്വത്തോടുകൂടി രാഷ്ട്രത്തിന്റെ സാമൂഹിക, രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മേഖലകളിലെ അഭ്യുന്നതിക്കും വികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ആയിരിക്കണം വ്യത്യസ്ത ഗവൺമെന്റുകൾ. അതിന് കേന്ദ്ര നേതൃത്വം കൊടുക്കുന്ന യൂണിയൻ ഗവൺമെന്റ് മറ്റുള്ള സംസ്ഥാനങ്ങളുടെ വികസനത്തിന് വേണ്ടി രാജ്യത്തിന്റെ പരമാധികാര ഭരണകൂടത്തിന്റെ സാമ്പത്തിക സ്രോതസ്സിൽ നിന്ന് ഓരോ സംസ്ഥാനത്തിനും അവകാശപ്പെട്ടിട്ടുള്ള വിഹിതം ഭരണഘടനാനുസൃതമായിട്ടും ആവശ്യാനുസൃതമായിട്ടും നൽകണമെന്ന് ഈ ഭരണഘടന എഴുതി വെക്കുന്ന സമയത്ത് അതിന്റെ ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അംബേദ്കർ ഇതിനെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്നു. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതിനു ശേഷം ഇന്ത്യൻ ഭരണഘടനയെ നോക്കിക്കൊണ്ടാണ് അദ്ദേഹം രാജ്യം ഭരിച്ചത്, ഭരണഘടനയെ ഉൾക്കൊണ്ടുകൊണ്ട്. അപ്പൊ നെഹ്റു പറയുന്ന സുപ്രധാനമായ ഒരു കാര്യമുണ്ട്. ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും മാത്രമല്ല ഒരു ഗവൺമെന്റ് പരിപൂർണമായിട്ട് പരിശോധിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും, മറിച്ച് ആസൂത്രണത്തെക്കുറിച്ച് ഭാരതത്തിലെ ഗവൺമെന്റിന്റെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകണമെന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. ആ ആസൂത്രണം നടപ്പിലാക്കുക ഈ പറയുന്ന എല്ലാ ഗവൺമെന്റുകളുടെയും സമ്മേളനത്തിലൂടെ, വ്യക്തമായ ധാരണകളിലൂടെ, പരസ്പര ബഹുമാനത്തിലൂടെ രാഷ്ട്രത്തിന്റെ വികസന പ്രക്രിയയിലേക്ക് രാഷ്ട്രമാണ് വലുത് എന്ന് വിഭാവനം ചെയ്തുകൊണ്ട് രാഷ്ട്രം ഭരിക്കുമ്പോഴാണ് കൃത്യമായ ആസൂത്രണം നടക്കുക. അതാണ് നെഹ്റുവിന്റെ കാലഘട്ടത്തെ പ്ലാനിംഗ് കമ്മീഷനൊക്കെ അദ്ദേഹം രൂപകൽപ്പന ചെയ്യുന്നതല്ല. ആസൂത്രണ കമ്മീഷൻ ആ കാലഘട്ടത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടം മുതൽ പഞ്ചവത്സര പദ്ധതിയൊക്കെ നടപ്പിലാക്കി. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഗണ്യമായ വർധനവിന്റെ നെഹ്റുവിന്റെ ഗവൺമെന്റ് ധാരാളം പ്രാമുഖ്യം കൊടുത്തു. ഇന്ത്യയിൽ ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വളർന്നു വന്നു. കാലം കുറെ കഴിഞ്ഞു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിന് ശേഷം ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ദിരാഗാന്ധിയും പിന്നീട് രാജീവ് ഗാന്ധിയും നരസിംഹറാവും, നരസിംഹറാവുവിന്റെ അവസാന കാലഘട്ടത്തിലാണ് ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ 90കളുടെ തുടക്കത്തിൽ ആഗോളവൽക്കരണവും അത്തരത്തിലുള്ള സർവദേശീയ മുതലാളിത്ത നയങ്ങൾ ലോകത്തിലെമ്പാടും ആവിഷ്കരിക്കപ്പെട്ടതോടുകൂടി അത് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പ്രമുഖമായിട്ട് തുനിച്ചിറങ്ങിയ നരസിംഹറാവുവും അദ്ദേഹത്തിന്റെ അന്നത്തെ ധനമന്ത്രിയായ മൻമോഹൻ സിംഗ് ഈ ആഗോളവൽക്കരണം സമ്പൂർണമായ തോതിൽ ഇന്ത്യയിൽ നടപ്പിലാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. UPA ഗവൺമെന്റിന്റെ 10 കൊല്ലത്തിന്റെ ചരിത്രം നമുക്കറിയാം. ആ UPA ഗവൺമെന്റ് ഇന്ത്യയിൽ വ്യാപകമായ അഴിമതിയും വ്യാപകമായിട്ടുള്ള അധാർമികമായ നിലപാടുകളിലൂടെ സാമ്പത്തിക സ്രോതസ്സിനെ മുഴുവൻ ഒരു പ്രത്യേക പാർട്ടിയുടെ സ്വത്താക്കി മാറ്റിയതിന്റെ ഫലമായിട്ടാണ് ഇടതുപക്ഷം ആ ഗവൺമെന്റിനുള്ള പിന്തുണ പിൻവലിക്കുന്നത്, ആണവ കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതിനുശേഷം ആ UPA ഗവൺമെന്റിന്റെ ഭീമാകാരമായ അഴിമതിക്കെതിരായി ഇന്ത്യൻ ജനങ്ങൾ ഒരു പ്രതിരോധം തീർത്തതിന്റെ ഫലമായിട്ടും അതിന് പ്രതികാരം കിട്ടിയതിന്റെ ഫലമായിട്ടുമാണ് BJP ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന്റെ ഒരു കാരണം.
കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യ ഭരിക്കുന്ന സംഘപരിവാർ ഗവൺമെന്റ് ആഗോളവൽക്കരണത്തിൽ തുടങ്ങി വെച്ചിട്ടുള്ള സാമ്പത്തിക നയങ്ങൾ കർശനമായിട്ട് അതിശക്തമായിട്ട് കൊണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്രം മതരംഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഫാസിസം എപ്പോഴും ശ്രദ്ധ പരത്തുക സാമ്പത്തിക മേഖലകളിലും സാംസ്കാരിക മേഖലകളിലും മതപരമായ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലുമാണ്. ഈ 4 മേഖലകളിൽ ആധിപത്യം ചെലുത്തിയാൽ മാത്രമേ സമ്പൂർണ്ണ ഫാസിസം നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഫാസിസ്റ്റുകളുടെ ലോകത്ത്, ആധുനിക ലോകത്തിൽ ആചാര്യനായ ഹിറ്റ്ലറും മുസോളിനിയും ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതേ നയങ്ങളാണ് ഇപ്പൊ ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഹിറ്റ്ലറുടെയും മുസോളിനിയും പോലെയുള്ള ക്ലാസിക്കൽ ഫാസിസം അല്ല എന്ന് അടുത്തിടെ പ്രകാശ് കാരാട്ടടക്കം നമ്മളോട് പറഞ്ഞ കാര്യം നമുക്കറിയാം. ക്ലാസിക്കൽ ഫാസിസത്തിനും ഈ നവ ഫാസിസത്തിനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പക്ഷെ അതിന്റെ അന്തർധാര പരിശോധിക്കുമ്പോൾ ഫാസിസത്തിന്റെ മുഖം ക്രമേണ ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ടു വരുന്നു. ഒരുപാട് മേഖലയിൽ അത് പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ സമ്പൂർണമായ ശക്തിയോടുകൂടി അത് പ്രത്യക്ഷപ്പെട്ട് ജനജീവിതത്തിനെ ദുസ്സഹമാക്കാനും ജനങ്ങളുടെ ജീവിതത്തിനെ ഇല്ലായ്മ ചെയ്യുവാനുമുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യയെ എത്തിക്കരുത് എന്നാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തിലെ ജനങ്ങളോട് പറയുന്നത്. കോർപ്പറേറ്റ് വൽക്കരണമാണ് സാമ്പത്തിക രംഗത്ത് ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രമുഖമായിട്ടുള്ള ഈ നടപടികൾ. അത് ചില്ലറ കോർപ്പറേറ്റുകളൊന്നുമല്ല, ഭീമാകാരമായ കോർപ്പറേറ്റുകളെ ക്ഷണിച്ചു വരുത്തുക. ലോകം മുഴുവൻ ഇന്ന് ഭരിക്കുന്നത് 115 കുടുംബങ്ങൾ, ഇന്ത്യ ഭരിക്കുന്നത് ഏതാണ്ട് 10-25 കുടുംബങ്ങൾ. ഈ കഴിഞ്ഞ 2022 മുതൽ 25 വരെയുള്ള 3 കൊല്ലത്തിനുള്ളിൽ ഇന്ത്യയിൽ 200 ശതകോടീശ്വരന്മാരാണ് ഉണ്ടായിട്ടുള്ളത്. 2021 ഇന്ത്യയിൽ 93 ശതകോടീശ്വരന്മാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 200 ശതകോടീശ്വരന്മാരാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിന്റെ ആധികാരിക പണ്ഡിതന്മാര് ലോക സർവേ നടത്തിയപ്പോൾ സാമൂഹിക സാമ്പത്തിക അസമത്വത്തിനെ കുറിച്ച് ഒരു സർവേ നടത്തിയവർ ഈ 2024 തുടക്കത്തിൽ. ആ സാമ്പത്തിക സർവേക്ക് നേതൃത്വം കൊടുത്തത് നൊബേൽ പ്രൈസ് ജേതാവായിട്ടുള്ള ജോസഫ് ഷൂൾസ്, പിന്നെ ലോക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഇന്നത്തെ ആരാധ്യനായിട്ടുള്ള പണ്ഡിതൻ അമർത്യ സെൻ, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊക്കെയാണ്. ആ സർവേയിൽ അവർ പറയുന്നത് യൂറോപ്പിനേക്കാൾ, ബ്രസീലിനേക്കാൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ സാമ്പത്തിക അസമത്വം വർധന ഉണ്ടായിട്ടുള്ള രാജ്യം ഇന്ത്യയാണ് ഈ 20 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിൽ എന്നാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ സർവേയല്ല, അല്ലെങ്കിൽ ഇടതുപക്ഷ മതേതര പ്രസ്ഥാനങ്ങൾ നടത്തിയ സർവേയല്ല, ആധികാരിക പണ്ഡിതന്മാർ നടത്തിയ സർവേ. ഒരു ഭാഗത്ത് 200 ശതകോടീശ്വരന്മാർ ലോകത്തിൽ ഇന്ത്യയിൽ വളർന്നു വന്നു. അവരുടെ കയ്യിലാണ് സാമ്പത്തിക ഘടന. അപ്പൊ ഫാസിസം കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം മുസോളിനി എഴുതി വെച്ചിട്ടുണ്ട്. ലോക കോർപ്പറേറ്റ് ശക്തികൾ, അന്ന് ഈ പറയുന്ന കോർപ്പറേറ്റുകളല്ല എന്നുള്ളത്, ലോകത്തിലെ മൂലധന ശക്തികൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു ഉപകരണം മാത്രമായിട്ട് തീരണം ഭരണകൂടം എന്ന് എഴുതി വെച്ച ആളുടെ പേരാണ് ബെനിറ്റോ മുസോളിനി, ഇറ്റാലിയൻ ഭരണാധികാരി. ആ മുസോളിനിയും ഹിറ്റ്ലറും കൂടിയിട്ടാണ് 2 കോടി ജനങ്ങളെ കൊന്നത്, ജൂതന്മാരെ 1940-കളിൽ. ആ ഒരു ഭാഗത്ത് ജനങ്ങളെ മതം ഉപയോഗിച്ചും വംശീയത ഉപയോഗിച്ചും കൊല്ലുമ്പോൾ മറുഭാഗത്ത് വൻകിട മൂലധന ശക്തികളെ അവർ വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെയുള്ളൊരു സംവിധാനമാണ് ഇന്ത്യയിൽ. ഈ 25 കുടുംബങ്ങൾ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു ഉപകരണമായിട്ട് ഭരണകൂടത്തിനെ മാറ്റിയെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സേവനം. അതാണ് ജനദ്രോഹകരമായിട്ടുള്ള നടപടി. ഇന്നലെ അദ്ദേഹം പറഞ്ഞു, ഞാൻ RSSൽ പ്രവർത്തിക്കാനും സാഹചര്യമുണ്ടായത് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം RSSനേക്കാൾ വലിയ പരിശുദ്ധമായ സംഘടന ലോകത്തിലില്ല എന്നാണ് ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞത് ഒരു അമേരിക്കൻ പോഡ്കാസ്റ്റിന് അഭിമുഖം നൽകിക്കൊണ്ട്. എന്താണ് ഈ RSS, എന്താണ് ഈ ഫാസിസം, എന്താണ് മതമൗലികവാദമെന്ന് സാമാന്യ ബുദ്ധിയുള്ള ഇന്ത്യൻ ജനതയ്ക്കും ലോക ജനതയ്ക്കും അറിയാം. പക്ഷെ അവിടെ ഇരുന്നു കൊണ്ട് ഇന്ത്യയുടെ പരമാധികാരിയായ പ്രധാനമന്ത്രി പറയുകയാണ്, ഞാൻ ഭാഗ്യവാനാകുന്നത് ഈ സംഘടനയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ്. അപ്പൊ തന്നെ അവരുടെ ലക്ഷ്യം എന്താണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അംബാനി, അഡാനി, ബിർള, അല്ലെങ്കിൽ ടാറ്റ, അല്ലെങ്കിൽ മറ്റുള്ള മഹീന്ദ്ര തുടങ്ങിയിട്ടുള്ള 25 കുടുംബങ്ങളുടെ കൈകളിൽ ഇന്ത്യ നിക്ഷിപ്തമാകുമ്പോൾ അവരുടെ ആജ്ഞയ്ക്കനുസരിച്ച് ഞാൻ രാജ്യം ഭരിക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുഴുവൻ സ്വകാര്യവൽക്കരിക്കും. മണ്ണ് വിൽക്കും, പുഴ വിൽക്കും, കാട് വിൽക്കും, വായു വിൽക്കും. ഈ 4 പ്രകൃതി വിഭവങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ രാജ്യമില്ല. അമർത്യ സെൻ 2020 എഴുതിയ പുസ്തകത്തിൽ പറയുന്നുണ്ട് അത് കൃത്യമായിട്ട്. എന്റെ നാട്ടിലെ മണ്ണ് വിറ്റു നിങ്ങൾ,
എന്റെ നാട്ടിലെ വെള്ളം വിറ്റു നിങ്ങൾ, എന്റെ നാട്ടിലെ വനം വിറ്റു നിങ്ങൾ, എന്റെ നാട്ടിലെ വായു വിറ്റു നിങ്ങൾ. ഇനി എന്ത് ജനാധിപത്യം, എന്ത് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് രാജ്യത്തിലെ ജനങ്ങളോട് നിങ്ങൾ സംസാരിക്കുന്നത്? മോഡിയോടും മൻമോഹൻ സിംഗിനോടും പുസ്തകത്തിൽ അമർത്യ സെൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ എന്നുള്ള പുസ്തകം, അതിനുശേഷം ഇറങ്ങിയിട്ടുള്ള പുസ്തകത്തിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ അമർത്യ സെൻ ചോദിക്കുന്നുണ്ട്. എന്റെ നാട്ടിലെ വായു വിറ്റതിന്റെ ഫലമായിട്ടാണ് ഇന്ത്യയിലെ മൊബൈൽ കിങ് എന്നറിയപ്പെടുന്ന അംബാനി ഉണ്ടായത്. ജിയോ ടെലിഫോൺസ് ആണ് ഇന്ത്യയിലെ വ്യാപകമായ കുത്തക മൊബൈൽ രംഗത്ത്. ഈ വ്യാപകമായിട്ടുള്ള ഈ പ്രസരണത്തിന്റെ കുത്തകാവകാശം അംബാനിയുടെ കൈകളില്ല. കാടിന്റെ ഖനനം ചെയ്യാനുള്ള എല്ലാവിധ അവകാശവും കൊടുത്തിട്ടുള്ള അഡാനിക്കാണ്. 42% വനമേഖല ഖനനം ചെയ്യുന്നത് അഡാനിക്കാണ് ഇന്ത്യയിൽ. അപ്പൊ എല്ലാ മേഖലകളിലും ഈ സ്വകാര്യവൽക്കരണം നടത്തുന്നു. തുറമുഖങ്ങൾ വിൽക്കുന്നു, വിമാനത്താവളങ്ങൾ വിൽക്കുന്നു, തീവണ്ടി സ്റ്റേഷനുകൾ വിൽക്കുന്നു, തീവണ്ടികൾ തന്നെ വിൽച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഭീകരമായിട്ടുള്ള സ്വകാര്യവൽക്കരണ പ്രക്രിയ നടത്തുമ്പോൾ രാഷ്ട്രത്തിന്റെ സാമ്പത്തിക സാമൂഹിക മേഖല ഇവരുടെ കൈപ്പടിയിൽ ഒതുങ്ങണമെന്ന് ഫാസിസ്റ്റുകൾക്ക് നിർബന്ധമാണ്. എന്തുകൊണ്ട് കേരളത്തിലേക്ക് ഇവർ വിഹിതം തരുന്നില്ല? അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് വേണ്ടത്ര കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്രോതസ്സിന്റെ ന്യായമായ വിഹിതം കൊടുക്കുന്നില്ല? അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്നുവെന്നോ, സ്റ്റാലിൻ ഭരിക്കുന്നുവെന്നോ, മമതാ ബാനർജി ഭരിക്കുന്നുവെന്നോ അല്ല അതിന്റെ വിഷയം. അതിന്റെ വിഷയം രാഷ്ട്രീയ പ്രത്യയ ശാസ്ത്രമാണ്. പ്രത്യേകിച്ച് കേരളത്തിലോട് RSSന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന് എതിരായിട്ട് നിൽക്കുന്ന അസംയുക്തമായ പോരാട്ടം നടത്തുന്ന പ്രത്യയശാസ്ത്രമാണ് ഇടതുപക്ഷ പൊളിറ്റിക്സ്. ആ ഇടതുപക്ഷ പൊളിറ്റിക്സിന്റെ നേതൃത്വത്തിൽ അധികാരത്തിലിരിക്കുന്ന ഭരണകൂടമാണ് കേരളത്തിലെ ഭരണകൂടം. ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, മതപരമായ പരിപ്രേക്ഷ്യമുള്ള സംസ്ഥാനമാണ് കേരളം. നവോത്ഥാനത്തിന്റെ ആശയങ്ങൾ 1930-കളിൽ തുടങ്ങി, 20-കളിൽ തുടങ്ങി. ഗുരുദേവനും അയ്യങ്കാളിയും സഹോദരൻ അയ്യപ്പനും വക്കം അബ്ദുൽ ഖാദർ മൗലവിയും അങ്ങനെ ഒരുപാട് നവോത്ഥാന നായകന്മാർ കേരളത്തിന്റെ മണ്ണിലൂടെ സഞ്ചരിച്ച് സമത്വത്തെ കുറിച്ച് പറഞ്ഞു, സാഹോദര്യത്തെ കുറിച്ച് പറഞ്ഞു, സഹിഷ്ണുതയെ കുറിച്ച് പറഞ്ഞു, സ്നേഹത്തിനെ കുറിച്ച് പറഞ്ഞു. അവർ പറഞ്ഞു എല്ലാറ്റിലും ഉപരി ലോകത്തിലെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പ്രതിഭാസം മനുഷ്യനാണെന്ന് ഗുരുദേവനടക്കം പറഞ്ഞു. അയ്യങ്കാളിയും സഹോദരൻ അയ്യപ്പനും എല്ലാവരും പറഞ്ഞു. ആ യുഗപ്രഭാവന്മാരുടെ ദാർശനിക സിദ്ധാന്തത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് 1957-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. അന്ന് മുതൽ ഇന്നേ വരെ കേരളത്തിൽ നിലവിലുണ്ടായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ജനോപകാരപ്രദമായിട്ടുള്ള സാഹോദര്യത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും അധിഷ്ഠിതമായിട്ടുള്ള സാമൂഹിക സാമ്പത്തിക അസമത്വം നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളും പരിപാടികളും നിശ്ചയദാർഢ്യത്തോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ചെയ്തുകൊണ്ടിരുന്നതിന്റെ ഫലമായിട്ടാണ് കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് ഇന്നിപ്പോ പല രംഗങ്ങളിലും 1-ാം സ്ഥാനത്തെത്തിയിട്ടുള്ളത്. നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം, ധനകാര്യ കമ്മീഷൻ പുറപ്പെടുവിച്ച കണക്ക് പ്രകാരം തന്നെ കേരളം ഇന്ന് പല രംഗത്തും മുൻപന്തിയിലാണ്. അസാമാന്യ നിശ്ചയദാർഢ്യം, ശുഭാപ്തി വിശ്വാസം, ദൃഢവിശ്വാസ്യത, അതാണ് മുഖ്യമന്ത്രിയും ഈ മന്ത്രിസഭയും കേരളത്തിൽ ഇന്ന് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നതും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. സ്വാഭാവികമായും സംഘപരിവാറിന് അതിന് വിദ്വേഷമുണ്ട്. മറ്റുള്ള ബൂർഷ്വാ രാഷ്ട്രീയ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് വിദ്വേഷമുണ്ടാകും, മതമൗലികവാദികൾക്ക് വിദ്വേഷമുണ്ടാകും. അതുകൊണ്ടാണ് നിർമ്മലാ സീതാരാമൻ എന്ന് പറയുന്ന ധനമന്ത്രിയുടെ മാത്രം ബുദ്ധിയിൽ നിന്ന് ഉദിക്കുന്ന നയങ്ങളല്ല ഇത് സംഘപരിവാറിന്റെ നാഗ്പൂർ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് വരുന്ന നയങ്ങളുടെ പ്രതിഫലനമാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. നാഗ്പൂർ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ഇന്ത്യ ഭരിക്കുന്നത്, അല്ലാതെ ഈ പ്രധാനമന്ത്രി ഇന്നലത്തെ പ്രസ്താവനയിൽ കൂടെ വീണ്ടും തെളിഞ്ഞു. ഞാൻ RSSന്റെ ഏറ്റവും വിശ്വസ്തതയുള്ള സേവകനാണെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്നലെ വീണ്ടും പറഞ്ഞത്. ആ നാഗ്പൂർ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ തലവനായിട്ടുള്ള മോഹൻ ഭാഗവത്, RSSന്റെ സർസംഘചാലക്, ആ മോഹൻ ഭാഗവതിരെ വലതുഭാഗത്തിരുത്തിക്കൊണ്ടാണ് ഇന്ത്യയുടെ ജനങ്ങളുടെ മസ്തിഷ്കത്തിനെയും മനസ്സിനെയും സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വിദ്യ അദ്ദേഹം പ്രകടിപ്പിച്ചത് 1 കൊല്ലം മുമ്പ് രാമക്ഷേത്ര ഉദ്ഘാടനം. ആ ഉദ്ഘാടന സമയത്ത് പ്രധാനമന്ത്രിയുടെ വലതുഭാഗത്തിരുന്നത് മോഹൻ ഭാഗവത്താണ്. കൃത്യമായ പൊളിറ്റിക്കൽ മെസ്സേജ് ആണ്, ഇന്ത്യ ഭരിക്കുന്നത് ഇവരാണ്, ഞാനല്ല. അത് മനസ്സിലാക്കേണ്ട പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഉപരിപ്ലവ പ്രസ്താവനകളോ ഉപരിപ്ലവ പ്രവർത്തനമൊന്നുമല്ല. RSS കൃത്യമായി അടിവേരിലേക്ക് ഇറങ്ങിക്കൊണ്ടാണ് ഇന്ത്യയിൽ പ്രവർത്തനം നടത്തുന്നത്. ഓരോ വീടാന്തരം അവർ കയറിയിറങ്ങി പ്രവർത്തിക്കുന്നു.
അതിനെ ആ ആശയത്തിനെ വേരോട് മുറിക്കേണ്ട കടമയും ബാധ്യതയും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർക്ക്. അതുകൊണ്ട് സഖാക്കളും സുഹൃത്തുക്കളും മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയ പ്രവർത്തനം ഭഗീരഥമായ അഗാധ തലങ്ങളിലേക്ക് സമൂഹത്തിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് നടത്തുന്ന ബുദ്ധിയെ സ്വാധീനിക്കുന്ന പ്രവർത്തനമായിട്ട് മാറണം. ഈ കുത്തക മൂലധന ശക്തികൾ ഇന്ത്യയിൽ എല്ലാ മേഖലകളിലും അവരുടെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. ഒരു ഭാഗത്ത് 5000 കോടി രൂപ മുടക്കിക്കൊണ്ട് ഒരു വലിയ മൂലധന ശക്തിയുടെ അധിപൻ അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹം നടത്തി ഒരു 5-8 മാസം മുമ്പ്. അത് നടന്ന ഇന്ത്യയിൽ അമർത്യസെന്റെ കണക്ക് പ്രകാരം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 76 വർഷം കഴിഞ്ഞിട്ട് ആ കല്യാണം കഴിഞ്ഞതിന് ശേഷം അമർത്യസെൻ നടത്തിയ എഴുതിയ ന്യൂയോർക്ക് ടൈംസിൽ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ 36% പേർക്ക് 2 നേരത്തെ ഭക്ഷണമേ ഉള്ളൂ. 76 വർഷം കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. ഏത് സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്? ഏത് ജനാധിപത്യത്തെ കുറിച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്? ഇവിടെ അംബാനിമാര് വളരുന്നു, അഡാനിമാര് വളരുന്നു. അങ്ങനെ ഭീമാകാരമായിട്ടുള്ള മുതലാളിത്ത ശക്തികള് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ രാജ്യത്തിന്റെ വസ്തുനിഷ്ഠാപരമായ കണക്കുകളോ ശാസ്ത്രീയമായിട്ടുള്ള ഡാറ്റകളോ ഒന്നും പ്രസിദ്ധീകരിക്കില്ല. ഇന്ത്യയിലെ ജനസംഖ്യാനുപാതത്തിന്റെ കണക്കുകളോ അല്ലെങ്കിൽ സാമൂഹിക രാഷ്ട്രീയ മേഖലയിലുള്ള വ്യത്യസ്ത ഡാറ്റകൾ പ്രസിദ്ധീകരിക്കണമെന്ന് ഇന്ത്യയിലെ നിയമങ്ങൾ പറയുന്നുണ്ട്. ഇന്ത്യയിൽ 961 എടുത്ത സെൻസസ്, 971 എടുത്ത സെൻസസിന് ശേഷം ഇവിടെ സെൻസസ് പ്രക്രിയ നടന്നിട്ടില്ല. അതിന്റെ ഫലമായിട്ട് ഇന്ന് പല കണക്കുകളും അന്തർധാരയിൽ മുങ്ങിക്കിടക്കുന്നു, പുറത്തേക്ക് വരുന്നില്ല. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യയിലെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, സാംഖ്യശാസ്ത്രം എന്നാണ് ഈ കണക്ക് പുറത്തു വരുന്ന ശാസ്ത്രത്തിന്റെ പേര്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇക്കോണമി. സാംഖ്യശാസ്ത്രത്തിന്റെ സ്ഥാപകനായിരുന്നു പ്രൊഫസർ മെഹലിനോ. അദ്ദേഹമാണ് നെഹ്റുവിന്റെ കാലഘട്ടത്ത് ഈ കണക്ക് വിവരങ്ങൾ ശേഖരിച്ച് രാജ്യത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക മറ്റു മേഖലകളിലുള്ള സ്ഥിതിവിവര കണക്കുകൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനും ഗവൺമെന്റിനും ചെയ്തു കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഇപ്പോഴത്തെ തലവന്റെ പേരായിരുന്നു 2023 വരെ PC മോഹൻ. ആ തലവനോട് നരേന്ദ്രമോദി പറഞ്ഞു, എല്ലാ വീട്ടിലും കക്കൂസ് ഉണ്ട് എന്നുള്ള ഡാറ്റ തയ്യാറാക്കി തരണമെന്ന് പറഞ്ഞു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അദ്ദേഹം വിസമ്മതിച്ചു, രാജിവെച്ചു പോകുന്നു PC മോഹൻ. ഇന്ത്യൻ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലവനായിരുന്നു ശാസ്ത്രജ്ഞനായ ജെയിംസ്. അദ്ദേഹത്തിനോട് നരേന്ദ്രമോദി ഗവൺമെന്റ് 22 പറഞ്ഞു, ഇവിടെ എല്ലാവരും പട്ടിണി മാറ്റപ്പെട്ടിരിക്കുന്നു. പട്ടിണിയിൽ നിന്ന് 25% പട്ടിണിയിൽ നിന്ന് 15% പട്ടിണി എന്ന് പറയണമെന്ന് പറഞ്ഞപ്പോൾ ജെയിംസ് രാജിവെച്ചു പോയി. 2022 ഉണ്ടായത്. അപ്പൊ പരിപൂർണമായിട്ട് സ്ഥിതിവിവര കണക്കുകളുടെ ഈ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാതെ രാജ്യത്തിന്റെ ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള കണക്കുകൾ പുറത്തുവിട്ട് ഇന്ത്യയിൽ ദാരിദ്ര്യം കുറഞ്ഞു, ഇന്ത്യയിൽ പട്ടിണി കുറഞ്ഞു, ഇന്ത്യയിൽ എല്ലാവർക്കും വീടുണ്ട്, ശൗചാലയമുണ്ട് എന്നൊക്കെ പറയുന്ന കണക്കുകളാണ് സംഘപരിവാർ തയ്യാറാക്കുന്നത്. ഇപ്പൊ ഈ 3 സ്ഥാപനങ്ങൾക്കും ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനും സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനും അധിപന്മാരില്ല. ആരും ആ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. ഇവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരുമോ എന്ന് പ്രകടിപ്പിച്ചു. അതുതന്നെയാണ് നീതി ആയോഗും ധനകാര്യ കമ്മീഷനോടും നമ്മൾ ആവശ്യപ്പെടുന്നത്. 20,000 കോടി പാക്കേജ് വേണം കേരളത്തിന്, 5,000 കോടി രൂപയുടെ സെപ്പറേറ്റ് പാക്കേജ് വേണം വയനാട് പുനരധിവാസത്തിന്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സ്ഥാപിക്കാൻ വേറെ പാക്കേജ് വേണം, വിഴിഞ്ഞം തുറമുഖത്തിന് വേറെ പാക്കേജ് വേണം എന്നൊക്കെ ഒരു സംസ്ഥാന ഗവൺമെന്റ് ഒരു 30,000-35,000 കോടി രൂപയുടെ ആവശ്യം ഉന്നയിക്കുന്ന സമയത്ത് ഇത് ഇന്നലെ ഉന്നയിച്ചതല്ല, മിനിഞ്ഞാന്ന് ഉന്നയിച്ചതല്ല, കൊല്ലങ്ങളായിട്ട് ഉന്നയിക്കുമ്പോൾ അതിനോട് നിഷേധ മനോഭാവം പുലർത്തുന്നു ഈ യൂണിയൻ ഗവൺമെന്റ്. വയനാട് ദുരന്തത്തിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ആ ദുരന്തത്തിന് ശേഷം പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടത്. ബാക്കിയൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന എയിംസിനെ കുറിച്ചുള്ള പാക്കേജും കേരളത്തിന്റെ മൊത്തം വികസനത്തിനുള്ള പാക്കേജുകളുമല്ല. ഇപ്പൊ കേരള ഗവൺമെന്റ് തനതായിട്ടുള്ള ഇച്ഛാശക്തിയുടെ ഫലമായി, ഈ ദൃഢനിശ്ചയത്തിന്റെ ഫലമായി മുഖ്യമന്ത്രി ചില ഘട്ടങ്ങളിൽ പത്രസമ്മേളനം നടത്തിയിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായിട്ട്, സുതാര്യതയിൽ അധിഷ്ഠിതമായിട്ട്, തുറന്ന സമീപനത്തിൽ അധിഷ്ഠിതമായിട്ട് മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ പറയും. അതാണ് മുഖ്യമന്ത്രി ഇന്നലെ K24 കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിലും പറയുന്നത്. ഞങ്ങൾ ഈ പറയുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് എന്തിനാ അവതരിപ്പിക്കുന്നത്? ഒരു സ്കൂൾ കുട്ടിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് കാണുമ്പോഴാണ് അവന്റെ വ്യത്യസ്ത മേഖലയിലുള്ള കഴിവ് മാതാപിതാക്കന്മാരും ഗുരുനാഥന്മാരും അറിയുക. അതേപോലെ കേരള ഗവൺമെന്റിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അതിലെ തെറ്റ് ജനങ്ങൾക്ക് കാണാം,
അതിലെ ഗുണം ജനങ്ങൾക്ക് കാണാം, അതിലെ ദോഷം ഗുണങ്ങൾക്ക് കാണാം. പക്ഷെ ഇത് UDF അംഗീകരിക്കുകയില്ല, സംഘപരിവാർ അംഗീകരിക്കില്ല. നമ്മളൊരു ട്രാൻസ്പാരൻസി പോളിസി, സുതാര്യ നയമാണ് LDF ഗവൺമെന്റ് എല്ലായിടത്തും തുടങ്ങുന്നത്. ആ സുതാര്യതയുടെയും വിശ്വാസ്യതയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും സുബോധർക്കമായ സൂചനയാണ് ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പണി നടന്നുകൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഹൈവേയുടെ ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സഖാവിന്റെ നിശ്ചയദാർഢ്യം മാത്രമല്ല, ആ നിശ്ചയദാർഢ്യത്തിനോടൊപ്പം കേരളത്തിലെ മനുഷ്യ മഹാസമുദ്രത്തിന്റെ മനസ്സ് അതിനോടൊപ്പം പ്രവഹിക്കുന്നത് കൊണ്ടാണ് ആ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന ആ വലിയ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് സെൻട്രൽ ഗവൺമെന്റ് എത്രമാത്രം നമ്മളെ സഹായിച്ചു. ഗ്യാസ് ലൈൻ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയില്ലേ? ഈ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയല്ലേ? അതിനെ എതിർത്തവരല്ലേ ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ, ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ? ഇപ്പോഴും ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാറ്റിനെയും ദോഷമായിട്ട് കാണുന്നവരല്ലേ? പ്രതിപക്ഷ നേതാവാണെന്ന് ഒരു ഗുണവും ഒന്നിനും കാണില്ല. എപ്പോഴും ദോഷം മാത്രം കാണുന്ന ഒരു പ്രതീകമായിട്ട് നടക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ UDF. പണ്ടേ വ്യാസൻ പറഞ്ഞിട്ടുണ്ട് മഹാഭാരതത്തിൽ, ധർമ്മപുത്രർ അവസാനം സ്വർഗത്തിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ദേവദൂതൻ പ്രത്യക്ഷപ്പെടും, ബാക്കി എല്ലാവരും മരിച്ചുപോയി. അപ്പൊ 2 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാന്ന ദൈവദൂതൻ പറഞ്ഞത് ധർമ്മപുത്രരോട്. അപ്പൊ ധർമ്മപുത്രൻ ചോദിക്കും, എന്താ 2 ചോദ്യം? ആദ്യത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താന്ന് ചോദിക്കും. അപ്പൊ ധർമ്മപുത്രർ പറയും, എല്ലാ ചരാചരങ്ങളും മരിക്കുന്നു, പക്ഷെ മനുഷ്യന്റെ ധാരണ അവൻ മരിക്കുന്നില്ല. അതിപ്പോഴും ചുറ്റും നോക്കിയാൽ കാണാം. ഓരോ മരണം വിട്ടു പോയാലും നമ്മൾ അവിടെയൊക്കെ ദുഃഖിക്കും കുറച്ചു നേരം. അത് കഴിഞ്ഞാൽ പിന്നെ നാട്ടിലെയും ഇന്ത്യയിലെയും പുതുവർത്താനാ ആ മുറ്റത്ത് നിന്നിട്ടുണ്ട് എല്ലാവരും. അത് മനുഷ്യ സ്വഭാവമാണ്. ഇന്നലെ കണ്ട സിനിമയുടെ വർത്താനം, ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന, പ്രധാനമന്ത്രിയുടെ പ്രസ്താവന, ഇതൊക്കെയാ വീട്ടിന്റെ മുറ്റത്ത് നിന്ന് ചർച്ച ചെയ്യണവർ. അത് ഈ വ്യാസനെ എഴുതി വെച്ച കാര്യമാണ്. അവനവൻ മാത്രം മരിക്കില്ല എന്ന് എല്ലാവരുടെയും ധാരണ. രണ്ടാമത്തെ അത്ഭുതം എന്താന്ന് ചോദിച്ചു ധർമ്മപുത്രരോട്. അപ്പൊ ധർമ്മപുത്രർ പറയും, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ദോഷം മാത്രമേ കാണൂ. സംവത്സരങ്ങൾക്ക് മുമ്പ് വ്യാസൻ എഴുതി വെച്ച മഹാഭാരതത്തിൽ എഴുതിയതാണ്. അതന്നെ അവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശന് ദോഷം മാത്രമേ കാണൂ. നല്ലത് കാണാനുള്ള കാഴ്ചശക്തിയില്ല, ബുദ്ധിശക്തിയില്ല. ചിന്തിക്കുക എന്നുള്ള എല്ലാവർക്കും ഒരു സർഗസിദ്ധിയാണ്. അപ്പൊ ഈ ചിന്തകളെ കുറിച്ച് ലോകത്തിൽ ആദ്യം പറഞ്ഞ ആൾ താത്വികാചാര്യന്റെ പേര് ആധുനിക ലോകത്തിൽ കാറൽ മാർക്സ് ആണ്. ഉൽപാദനം സർഗാത്മകമാകണം, വികസനം സർഗാത്മകമാകണം. വികസനം മനുഷ്യന് വേണ്ടിയിട്ടാകണം, അല്ലാതെ മനുഷ്യൻ വികസനത്തിന് വേണ്ടിയിട്ടാകരുത്. ആ നയമാണ് LDF ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. ഈ റോഡ് വരുമ്പോൾ നഷ്ടപ്പെട്ട ഭൂമിക്ക് എത്രയോ ഭീമമായ സംഖ്യ നഷ്ടപരിഹാരം നൽകി, നഷ്ടപ്പെട്ട വീടുകൾക്ക് എത്രയോ ഭീമമായ സംഖ്യ നഷ്ടപരിഹാരം നൽകി. ഇവിടുത്തെ ആശുപത്രി കെട്ടിടങ്ങൾ, ഇവിടുത്തെ പൊതുമേഖലാ വിദ്യാലയ സ്ഥാപനങ്ങൾ അത്ഭുതാവഹമായ രീതിയിൽ, വിസ്മയകരമായ രീതിയിൽ വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചറോടുകൂടി കഴിഞ്ഞ 6-7 കൊല്ലമായിട്ട് കേരളത്തിന്റെ സമസ്ത മണ്ഡലങ്ങളിൽ തലയുയർത്തി നിൽക്കുകയാണ്. അത് ജനങ്ങളെ സേവിക്കുകയാണ്. ജനങ്ങൾക്കൊന്നും നഷ്ടപ്പെടുന്ന മാർക്സിന്റെ കാഴ്ചപ്പാടാത്. മനുഷ്യന്റെ സന്തോഷത്തിനും മനുഷ്യന്റെ സമാധാനത്തിനും വേണ്ടിയിട്ട് വികസനം നടത്തണം. അല്ലാതെ ഉത്തരേന്ത്യയിൽ ചെയ്യുന്നത് പോലെ. ഇന്നലെ ഹോളി ആഘോഷം നടന്നു മിനിഞ്ഞാന്ന് ഉത്തരേന്ത്യയിൽ, മിനിഞ്ഞാന്ന് 4 നാളൊക്കെ ആയിട്ട്. എന്താ ചെയ്ത്? ഉത്തർപ്രദേശിൽ പള്ളികളൊക്കെ കെട്ടിമറയ്ക്കാൻ പറഞ്ഞു, തുണിയിട്ട് മറയ്ക്കാൻ പറഞ്ഞു, ഷീറ്റിട്ട് മറയ്ക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ ആ പള്ളികൾ കല്ലെറിത്ത് 2-3 പള്ളികൾ കല്ലെറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് തകർത്തു. ഇവിടെയും നടന്നു ഉത്സവങ്ങളൊക്കെ. എത്ര ഉത്സവങ്ങളാണ് നടക്കുന്ന ഓരോ അമ്പലത്തിൽ? ഈ മാസം ഏപ്രിൽ മാസം മെയ് മാസം വരെ ഉത്സവ. കേരളത്തിൽ ഏതെങ്കിലും പള്ളി ഇവിടെ മൂടപ്പെടുന്നുണ്ടോ? പള്ളിയിലെ നേർച്ച നടക്കുമ്പോൾ ഏതെങ്കിലും അമ്പലം മൂടപ്പെടുന്നുണ്ടോ? ഇവരെല്ലാവരും സാഹോദര്യത്തെ, അത് RSSന് പിടിക്കില്ല. മനുഷ്യൻ സാഹോദര്യത്തോട് കൂടിയിരുന്ന സംസ്ഥാനത്തിനെ ഞെക്കിപ്പിഴിയണം. ഇതാണ് ഇതിന്റെ പിന്നിലെ പൊളിറ്റിക്സ്. കേരളത്തിലെ സാഹോദര്യം തകർക്കണം, കേരളത്തിലെ മാനവ മൈത്രിയെ തകർക്കണം, കേരളത്തിന്റെ മതമൈത്രിയെ തകർക്കണം. അതില്ലാതെ ഇടതുപക്ഷ പൊളിറ്റിക്സിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റില്ല എന്ന് ഇവരെ ആരെയും പഠിപ്പിച്ചു കൊടുക്കേണ്ട. കാരണം RSS സംഘചാലകന്മാർ ആദ്യബുദ്ധിമാന്മാരാണ്. എങ്ങനെ ഫാസിസം ലോകത്തിൽ നടപ്പിലാക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന പ്രക്രിയ അവർ 1925 തുടങ്ങിയതാണ്. ഇന്ന് ലോക മൂലധന ശക്തികൾ മുഴുവൻ RSSനെയും അത്തരത്തിലുള്ള സംഘടനകളെയും വളർത്തിക്കൊണ്ടുവരികയാണ്. RSSന് ഫണ്ട് മുഴുവൻ കൊടുക്കുന്നത് ഈ മൂലധന ശക്തികളാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ലോകത്തിലെ 35 രാഷ്ട്രങ്ങളിൽ വലതുപക്ഷ ഭരണകൂട ഗവൺമെന്റുകളാണ് അധികാരത്തിലിരിക്കുന്നത്. ഇന്നലെ മിനിഞ്ഞാന്ന് അമേരിക്കൻ പ്രസിഡന്റ് 42 രാജ്യങ്ങളിലുള്ള ജനങ്ങളുടെ വിസ ഇനി കൊടുക്കില്ല എന്ന് പറഞ്ഞു. പലസ്തീൻ മുദ്രാവാക്യം മുഴക്കിയിട്ട് ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയെ പിടിച്ച് നാട് കടത്തി. ആ കുട്ടി നാട് കടത്തുന്നതിനേക്കാകുമ്പോ പുറത്തുപോയി.
അങ്ങനെ എത്രയെത്ര വിദ്യാർത്ഥികൾ പുറത്തു വരാനിരിക്കുന്നു. ഞാനിത് സൂചിപ്പിക്കുന്നത് വലതുപക്ഷ ഭരണകൂടങ്ങളുടെ ചെയ്തികളാണ്. ഇന്ത്യയിൽ 1 നമ്പർ വലതുപക്ഷ തീവ്രവാദ ഫാസിസ്റ്റ് ഭരണകൂടമാണ് നിലനിൽക്കുന്നത്. അവർ ഈ മൂലധന ശക്തികൾക്ക് കീഴ്പ്പെടും. ഉദാഹരണം എത്രയോ ഉണ്ട് നമ്മുടെ മുന്നിൽ. അതിന്റെ ഒരു ദൃഷ്ടാന്തമാണ് കേരള ഗവൺമെന്റിനെ തകർക്കുന്നത്. ശ്വാസം മുട്ടിച്ച് സാമ്പത്തികമായിട്ടുള്ള സഹായം നൽകാൻ വിഴിഞ്ഞം തുറമുഖത്തിന് 5000 കോടി ചോദിച്ചു, കൊടുത്തില്ല. ഒക്കെ അദാനിക്ക് പേര് കൊടുക്കണം. ഇനി കൊടുക്കാനൊരു വഴിയുണ്ട് കേട്ടോ, കിട്ടാനൊരു വഴിയുണ്ട്. എല്ലാ സഹായവും അവർ ചെയ്തു തരും. എന്താ? സ്കൂളിന്റെ മുകളിൽ, ആശുപത്രിയുടെ മുകളിൽ, സർക്കാർ ഓഫീസിന്റെ മുകളിൽ, വിഴിഞ്ഞം തുറമുഖത്തിന്റെ മതിലുകളിൽ, റെയിൽവേ സ്റ്റേഷന്റെ മതിലുകളിൽ ഒരു പ്രത്യേക പെയിന്റ് അടിക്കുക. അതിന്റെ മുകളിൽ നരേന്ദ്രമോദിയുടെ ചിത്രം ഇങ്ങനെ വെക്കുക. അപ്പൊ ഇഷ്ടം പോലെ പൈസ. ഇത് 3 ആഴ്ച മുമ്പ് ഇറങ്ങിയ ആഹ്വാന പല ഗവൺമെന്റുകളെ ചെയ്യാൻ തുടങ്ങി. കേരള ഗവൺമെന്റും തമിഴ്നാട് ഗവൺമെന്റും പറഞ്ഞ നടക്കില്ല എവിടെയാണ്. എന്തൊരു പ്രാദേശികമായ സങ്കുചിത കാഴ്ചപ്പാടാണ്. ഇങ്ങനെയാണ് രാജ്യത്തിലെ ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടത്. അപ്പൊ ജനങ്ങൾ ബുദ്ധിമുട്ടി മരിക്കുമ്പോൾ, സാമ്പത്തിക സാമൂഹികമായിട്ടുള്ള സുരക്ഷിതത്വമില്ലായ്മയുടെ ഫലമായിട്ട് ബുദ്ധിമുട്ടി മരിക്കുമ്പോൾ അത് കണ്ട് ചിരിക്കുക. ആ ചിരിക്കുന്ന രാഷ്ട്രീയമാണ് ഇന്ന് ഇവർ സംഭാവന ചെയ്തിട്ടുള്ള ഇന്ത്യയിൽ. ആ ചിരിക്കുന്ന രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള തത്വയാചാര്യന്റെ പേരാണ് ആഫ്രിക്കൻ ചിന്തകൻ, എത്യോപ്യൻ ചിന്തകനായ മൈക്കൽ അഗംബൻ. ഇറ്റാലിയൻ ചിന്തകൻ മൈക്കൽ ഫ്യൂക്ക്. അദ്ദേഹം ഒരു 8 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു. ഈ അഗംബനി കഴിഞ്ഞ ഒരു 5-8 കൊല്ലം മുമ്പ് പറഞ്ഞു മൃത്യു രാഷ്ട്രീയം എന്നാ അവർ വിളിച്ചത്. സീതാറാം യെച്ചൂരിയും ഒരു ഘട്ടത്തിൽ പീപ്പിൾസ് ഡെമോക്രസിയിൽ ഈ മൃത്യു രാഷ്ട്രീയത്തിനെ കുറിച്ച് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് 2 വർഷത്തിന് മുൻപ്. ഡി രാജയും ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് ന്യൂ ഏജ്. എന്താ ഈ മൃത്യു രാഷ്ട്രീയം? ലോകത്തിൽ മരണം നടക്കുമ്പോൾ അത് കണ്ട് ചിരിക്കുന്ന ഭരണാധിപന്മാർ. അതാണ് ഈ മൃത്യു രാഷ്ട്രീയം. അതാണ് മൂലധന ശക്തികളുടെ രാഷ്ട്രീയം. 700 പേരാണ് മരിച്ചത് 2 കൊല്ലം മുമ്പേ. 1 കൊല്ലം നീണ്ടുനിന്ന കർഷക സമരത്തിൽ ഇയാളിരുന്ന് ചിരിക്കുകയായിരുന്നു. ഇതുവരെ അവരോടൊന്നും സംസാരിച്ചിട്ടില്ല, ഒരക്ഷരം മിണ്ടിയിട്ടില്ല. കഴിഞ്ഞ 7 കൊല്ലത്തിനുള്ളിൽ 5.5 ലക്ഷം കർഷകരാണ് ആത്മഹത്യ ചെയ്തതെന്ന് ഇന്ത്യയിലെ സാമ്പത്തിക വിദഗ്ധന്മാര് പറയുന്നു. ശബ്ദിക്കുന്നില്ല. ഇന്ത്യയിലെ കർഷകരുടെ ജീവിതം ഉന്നമനത്തിലേക്ക് എത്തിയെന്ന് ഈ ഇക്കണോമിക്സ് പറയുന്നില്ല. അതിനെക്കുറിച്ച് ഇവർക്ക് ആലോചിക്കാൻ നേരമില്ല. പക്ഷെ എന്തുകൊണ്ട് ഇന്ത്യൻ ജനത ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല? അതാണ് ഇന്ത്യയുടെ ദുരന്തം. അതാണ് ഇടതുപക്ഷ ഗവൺമെന്റ് പ്രസ്ഥാനങ്ങൾ വീടാന്തരം കയറി ഇറങ്ങി ആശയ പ്രബോധനം നടത്തേണ്ടത്. ഇവിടെ എന്ത് സംഭവിച്ചാലും ആർക്കും ഒരു പ്രശ്നമില്ല, ഒരു പ്രതികരണവുമില്ല, ഒരു തരത്തിലുള്ള പ്രതിരോധവുമില്ല. 2 കൊല്ലമായി മണിപ്പൂരിൽ ഗോത്രകലാപം തുടങ്ങിയിട്ട് 2000 പേര് മരിച്ചു വീണു. ഏതെങ്കിലും ഒരാള് ഇന്ത്യയിൽ അവർക്ക് വേണ്ടി കണ്ണീര് പൊഴിച്ചോ? ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കുറെ സമരം നടത്തുന്നു, കുറെ ആശയ പ്രചരണം നടത്തുന്നു. അല്ലാതെ സംബാലിൽ 5-6 പള്ളികൾ പൊളിച്ചു, മണിപ്പൂരിൽ 125 ക്രൈസ്തവ പള്ളികൾ പൊളിച്ചു. ഇതൊക്കെ നടക്കുമ്പോഴും ഇന്ത്യ പ്രതികരിക്കുന്നില്ല. പ്രതികരിക്കാത്ത നിശബ്ദമായിട്ട് നിസ്സംഗതമായിട്ടൊരു ജനതയെ ഫാസിസം സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഇന്ത്യയുടെ ദുരന്തം. RSS എന്ന് പറഞ്ഞാൽ അപകടകരമായ പ്രത്യയശാസ്ത്രത്തിന്റെ വാഹകന്മാരാണ്. അവർക്ക് രാഷ്ട്രത്തിൽ ഒരു പ്രത്യേക മതത്തിന്റെ ആധിപത്യം ചെലുത്തുമ്പോൾ ആ മതാധിപത്യത്തിന് അവരെ സഹായിക്കുന്ന മൂലധന ശക്തികൾക്ക് അവരെ വളർത്തിക്കൊണ്ടുവരണം. അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്സ് ഇന്ത്യയിൽ മുഴുവൻ വരുത്തുമ്പോൾ അവർക്ക് പ്രതിരോധമായിട്ട് നിൽക്കുന്നത് ഇടതുപക്ഷ പൊളിറ്റിക്സ് ആണ്. ആ ഇടതുപക്ഷ പൊളിറ്റിക്സിനെ അല്ലെങ്കിൽ ജനാധിപത്യ മതേതര പ്രത്യയശാസ്ത്രങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാമ്പത്തികമായിട്ടുള്ള ഈ ശ്വാസം മുട്ടിക്കൽ പ്രക്രിയ നടത്തിക്കൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന ഗവൺമെന്റുകളെ മുഴുവൻ താഴെ ഇറക്കാനുള്ള ഒരു പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. പിന്നെ ഫെഡറലിസത്തിന് തകർക്കുന്ന മറ്റൊരു വിദ്യ ഈ പൈസ കൊണ്ട് തന്നെയാണ് തകർക്കുന്നത്. ഈ പൈസ അവർ ഉപയോഗിക്കുന്നത് MLA-മാരെ വിലയ്ക്ക് വാങ്ങാൻ, MP-മാരെ വിലയ്ക്ക് വാങ്ങാൻ. കോടാനുകോടി രൂപ ചെലവാക്കിക്കൊണ്ടാണ് പല ഗവൺമെന്റുകളെയും സംസ്ഥാന ഗവൺമെന്റുകളെയും ഇവിടെ അട്ടിമറിച്ചതും MLA MP-മാരെയൊക്കെ അവിടെ അരിയിട്ട് വാഴിച്ചതും. ഇന്ത്യൻ ഡെമോക്രസിക്കെതിരാണ്, ജനാധിപത്യ സങ്കല്പങ്ങൾക്കെതിരായിട്ടുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ചെയ്തികൾ നടക്കുമ്പോഴും ഇന്ത്യയിൽ ശബ്ദിക്കാൻ ആളില്ല. അവിടെയാണ് നമ്മൾ ഗൗരവപരമായിട്ട് ഇതിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. ഫാസിസത്തിനെ തകർക്കാൻ 1, 2, 3 പാർട്ടി വിചാരിച്ചാൽ നടക്കില്ല. ഫാസിസം തകരണമെങ്കിൽ മനുഷ്യ മഹാശക്തിയുടെ അസന്നിഗ്ധമായ പോരാട്ടം ഉണ്ടാകണം. ഹിറ്റ്ലറും മുസോളിനിയുടെയും ജീവചരിത്രം പരിശോധിച്ചാൽ അറിയാം. ഈ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ കോർപ്പറേറ്റ് മുതലാളിത്ത ഈ മൃത്യു രാഷ്ട്രീയത്തിന്റെ വക്താക്കളെ താഴെ ഇറക്കിയേ പറ്റും. മനുഷ്യരോട് ദയ കാണിക്കാത്ത, തൊഴിലില്ലായ്മ ഭീകരമാകുന്നു. ആതുര ശുശ്രൂഷ രംഗത്ത് കേരളം വിട്ടാൽ പല രംഗങ്ങളിലും ആശുപത്രികളിൽ വളരെ ശോചനീയമാണ് സ്ഥിതി.
കക്കൂസുകളില്ലാത്ത കോടിക്കണക്കിന് വീടുകൾ, രണ്ടു നേരത്തെ ഭക്ഷണം മാത്രമുള്ള വീടുകൾ, ശുദ്ധജലം കിട്ടാത്ത ഒരുപാട് മനുഷ്യന്മാർ, ശുദ്ധമായി ശ്വസിക്കാൻ പറ്റാത്ത മനുഷ്യന്മാർ, ഇവരെയൊക്കെ ഉള്ള രാജ്യത്താണ് ഇദ്ദേഹം ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലിനെ കുറിച്ചും ചന്ദ്രനിൽ പോകാം, സൂര്യനിൽ പോകാം, ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കാം എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഓടിച്ചോട്ടെ, അതിന് വിരോധമില്ല. പക്ഷെ ഈ രാജ്യത്തിന്റെ സാമൂഹിക അസമത്വത്തിന്റെ ഫലമായി ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ജനവിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതാണ് യഥാർത്ഥ വികസനം, അതാണ് സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ നടപടികൾ ആവിഷ്കരിക്കുന്നത്. മുഖ്യമന്ത്രി 4 ദിവസം മുമ്പ് കേരള ഹൗസിൽ നിന്ന് അവിടേക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വന്നു, കേരളത്തിന്റെ ഗവർണർ ഉണ്ടായിരുന്നു, പ്രത്യേക അഡ്വൈസർ JV തോമസ് ഉണ്ടായി. ഇന്നലെ മുഖ്യമന്ത്രിയെ TV-യിൽ പറഞ്ഞു, പൊതുകാര്യങ്ങൾ സംസാരിച്ചു, കേരളത്തിനെ കുറിച്ച് പറഞ്ഞു, കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. അത്രയേ മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റുള്ളൂ. അതിന്റെ ഗഹനമായ കാര്യങ്ങൾ ഒരിക്കലും ആരും പറയില്ല. പക്ഷേ വളരെ സൗഹാർദ്ദപരമായ സമീപനമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ഭരണഘടനാ പന്ഥാവിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് ഈ മന്ത്രിമാരോട് പറയുന്നത്. ഈ എന്നിട്ടും ചെവികൊള്ളാത്ത ഏകാധിപത്യ സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിനെതിരായിട്ട് പോരാട്ടം നടത്തുകയല്ലാതെ വഴിയില്ല. സാമ്പ്രദായിക സമരങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് 2 കൊല്ലം മുമ്പ് നടന്ന കർഷകരുടെ 1 കൊല്ലം നീണ്ടു നിന്ന കർഷക സമരം, അത്തരത്തിലുള്ള സമരമാണ് ഫാസിസത്തിനെതിരായിട്ടുള്ള സമരമായിട്ട് വളർന്നു വരേണ്ടത് എന്ന് വ്യക്തമായ ധാരണയുള്ള പ്രത്യയശാസ്ത്രമാണ് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം. അപ്പൊ കേരളത്തിന്റെ വികസനം എന്നും ഇവരുടെ കണ്ണിലെ കരടാണ്. അതുകൊണ്ടാണ് UDF-ഉം സംഘപരിവാറും ഒത്തുചേർന്നുകൊണ്ട് ഈ വികസനത്തിന്റെ ഉജ്ജ്വലമായിട്ടുള്ള പന്ഥാവിനെ തടയിടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റെയിൽവേക്ക് കിട്ടേണ്ട വികസനത്തെ തടഞ്ഞ UDF പല മേഖലകളിലും ആ വികസനത്തിന് തടയുന്ന ഈ പ്രക്രിയ സങ്കുചിതവാദത്തിന്റെ ഏറ്റവും വലിയ മൂർത്തിമദ്ഭാവങ്ങളായിട്ട് തങ്ങൾ പരിണമിക്കുക, പ്രാദേശിക കൊച്ചു രാഷ്ട്രീയങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഇടതുപക്ഷ പൊളിറ്റിക്സിനെതിരായിട്ട് നുണപ്രചരണങ്ങൾ നടത്തി, അപവാദ പ്രചരണങ്ങൾ നടത്തി. ആ അപവാദ പ്രചരണങ്ങളും നുണപ്രചരണങ്ങളും ഓരോ ദിവസം കഴിയുന്തോറും പൊളിഞ്ഞു വീഴുമ്പോൾ വീണ്ടും ഒന്നിനെ പൊക്കിക്കൊണ്ടുവന്ന് നടത്തുന്ന ഈ പ്രക്രിയക്കെതിരെ നമ്മൾ പോരാടാൻ പറ്റണം. കേരളം ഏറ്റവും മനോഹരമായ സംസ്ഥാനമാണ്. പ്രകൃതിയുടെ അനുഗ്രഹം കൊണ്ടും മറ്റുള്ള രാഷ്ട്രീയ ബൗദ്ധികമായിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള സാഹോദര്യം കൊണ്ടും മാനവികത കൊണ്ടുമെല്ലാം ആ കേരളത്തിന്റെ സൗന്ദര്യവും കേരളത്തിന്റെ മാനുഷിക സൗഹൃദവും കേരളത്തിന്റെ ജീവിത നിലവാരവും ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ദിശാബോധത്തോടു കൂടിയിട്ടാണ് വലിയൊരു പദ്ധതിയുമായിട്ട് ഈ LDF ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതിന് ഈ രാജ്യത്തിന്റെ മനുഷ്യന്മാരുടെ മുഴുവൻ സഹായ സഹകരണങ്ങൾ വരും കാലങ്ങളിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ട് മാറ്റത്തിന്റെ ഈറ്റുനോവ് പേറിയിട്ടുള്ള ഒരു ചാലകശക്തിയായിട്ട് കേരള മണ്ണിലെ ജനങ്ങൾ പരിണമിക്കണം എന്ന് മാത്രം പറയുന്ന ഞാൻ എന്റെ പ്രസംഗം ഉപസംഹരിച്ച് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു.